ഓക്കെ. ഇന്ന് നമ്മള് പഠിക്കുന്ന മണ്ഡലങ്ങളിൽ നമസ്തേ. നമസ്തേ. ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെല്ലാം ഇന്നത്തെ ക്ലാസ് കൊണ്ട് തീരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബുധനാ പഠിച്ചത്. അപ്പൊ ഇന്ന് ചായ കൊടുക്കണ്ട ദിവസമല്ലേ? ചായ കൊടുക്കാം. ചന്ദ്രനെ കൊണ്ടാണ് പറയാം. അപ്പോ ചൊവ്വയുണ്ട്. ചൊവ്വ വെറുതെ പറയാനേ ഉള്ളൂ, നോട്ട്സ് പറഞ്ഞു തരാൻ മാത്രമേ ഉള്ളൂ. വളരെ സീരിയസ് ആയിട്ട് പഠിക്കാനുള്ള ഒന്നും ചൊവ്വയ്ക്കകത്തില്ല. എന്നൊക്കെ വെറുതെ ഇപ്പൊ ചൊവ്വയില് വസ്തുവൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ചൊവ്വയില് വസ്തുവൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് വാങ്ങാം. ഒരു 10 സെന്റ് കിട്ടുമോ നോക്കാം. അപ്പൊ വിശേഷവിധിയായിട്ടൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അത് അവിടെ പ്രത്യേകിച്ച് ആർക്കും വേണ്ടാഞ്ഞിട്ടാ ഇങ്ങനെ കൊടുക്കുന്നതേ. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കൂലായിരുന്നല്ലോ. അപ്പോ ചന്ദ്രൻ എന്ന് പറയുന്നത് ശുക്രമണ്ഡലത്തിന്റെ നേരെ എതിർഭാഗത്താണ് കാണുന്നത്. ശുക്രമണ്ഡലത്തിന്റെ നേർ എതിർഭാഗത്ത് നമ്മൾ സാധാരണ കൈവെള്ള എന്നൊക്കെ പറയുന്നതൊക്കെ വരുന്ന ആ ഭാഗമാണത്. നമ്മള് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ശിരോരേഖയ്ക്ക് താഴെ എന്ന് നമുക്ക് പറയാം. ഏറ്റവും മുകളിൽ കാണുന്നത് ഹൃദയരേഖയാണ്. അതിന്റെ താഴെയായിട്ടാണ് ശിരോരേഖ വരുന്നത്. ആ ശിരോരേഖയ്ക്ക് താഴെയായിട്ടാണ്, ചിത്രമെല്ലാം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അറിയാൻ കഴിയും, ശിരോരേഖയ്ക്ക് താഴെയായിട്ടാണ് ചന്ദ്രമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ എല്ലാവരുടെ കയ്യിലും ശിരോരേഖയുടെ സ്ഥാനം ഒന്നുപോലെ ആയിരിക്കണമെന്നില്ല. ചില ഗായകരോ കലാകാരന്മാരുടെ കയ്യിലാണെങ്കിൽ ശിരോരേഖ കുറെ കൂടെ താണിങ്ങി പോരാം. അപ്പൊ ശിരോരേഖ താണു പോരുകയാണെങ്കിൽ അതിന് താഴെയുള്ളതാണ് ചന്ദ്രമണ്ഡലം എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ കൈയുടെ ചെറുവിരൽ ഇങ്ങനെ മടക്കുക. എല്ലാ വിരലും മടക്കാം. അപ്പൊ ചെറുവിരൽ കൈവെള്ളയിൽ തൊടും. ആ തൊടുന്നിടത്ത് നിന്ന് താഴേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിങ്ങനെ തൊടുക. ചെറുവിരൽ തൊടുന്നിടത്ത് നിന്ന് താഴേക്ക് കാണുന്ന അത്രയും ഭാഗമാണ് ചന്ദ്രമണ്ഡലമായിട്ട് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുക. ഇപ്പൊ ശിരോരേഖയൊന്നും ഒരിക്കലും എല്ലാവരുടെ കാര്യത്തിലൊക്കെ അടിസ്ഥാന പ്രമാണമായിട്ട് എടുക്കാൻ പറ്റില്ല. ചിലരുടെ ശിരോരേഖ ചന്ദ്രമണ്ഡലം വരെ വരണമൊന്നുമില്ല. ആദിത്യന്റെ അവിടെയൊക്കെ വെച്ചൊക്കെ അവസാനിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഞാനിപ്പോ പറഞ്ഞതാണ്. കൈ മടക്കുമ്പോൾ ചെറുവിരലിന്റെ നഖം കൈവെള്ളയിൽ എവിടെ തൊടുന്നോ അവിടെ നിന്ന് താഴേക്ക്, അത്രയാണ് ചന്ദ്രമണ്ഡലം അല്ലെങ്കിൽ തിങ്കൾ എന്ന് പറയാം. തിങ്കൾ എന്നൊരു പേരുകൂടിയാണുണ്ട്. തിങ്കൾ, ചന്ദ്രമണ്ഡലം അല്ലെങ്കിൽ തിങ്കൾ എന്ന് പറയാം. നമ്മുടെ ഇവിടെ ഈ ചിത്രത്തിൽ ആ ചുവന്ന വരയ്ക്ക് താഴെ കാണുന്ന അത്രയും ഭാഗത്തെയാണ് ചന്ദ്രമണ്ഡലം എന്ന് പറയാം. ആ ചന്ദ്രമണ്ഡലത്തില് അത് ഉയർന്ന് ഭംഗിയുള്ളതാണെങ്കിൽ, ചന്ദ്രമണ്ഡലം ഉയർന്ന് ഭംഗിയുള്ളതാണെങ്കിൽ അയാൾ കവിയായിരിക്കാം. കലാകാരൻ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കലാകാരനായിരിക്കും. പ്രത്യേകിച്ച് കവിയായിരിക്കാം, നിരൂപകനായിരിക്കാം, വിമർശന സ്വഭാവത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നയാൾ. അല്ലാതെ സാഹിത്യ നിരൂപണം മാത്രം നടത്തുന്ന ആളെ അറ്റല്ല എടുക്കേണ്ടത്. വിമർശന സ്വഭാവത്തോടു കൂടി കാര്യങ്ങളെ പരിശോധിക്കുന്നയാൾ.
അതോടൊപ്പം തന്നെ ഇയാൾക്ക് ഉദരരോഗവും ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയുള്ളത്? ഉയർന്ന ഭംഗിയുള്ള ചന്ദ്രൻ. ഇപ്പൊ വലിപ്പം കൂടുതലുണ്ട്, ഉയർന്നിരിക്കും, കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും. എങ്കിൽ അയാൾ കവിയായിരിക്കാം, നിരൂപകനായിരിക്കാം, ആദർശശാലിയായിരിക്കും, ഉദരരോഗിയുമായിരിക്കും. ഉദരത്തിന് രോഗമുള്ളവനായിരിക്കും. ഈ ചന്ദ്രമണ്ഡലം പതിഞ്ഞു പോകാം. ചന്ദ്രമണ്ഡലം പതിഞ്ഞു പോവുകയാണെങ്കിൽ മനസ്സമാധാനം കുറഞ്ഞവനായിരിക്കും. മനസ്സമാധാനം കുറഞ്ഞവനായിരിക്കും. ചന്ദ്രന്റെ കീഴ്ഭാഗം, ചന്ദ്രമണ്ഡലത്തിന്റെ കീഴ്ഭാഗം ഏറ്റവും താഴെ, അവിടെയാണ് ഉയർന്നിരിക്കുന്നെങ്കിൽ അവിടെ മാത്രം ഉയർന്നിരിക്കുകയാണ്. ചന്ദ്രന്റെ കൈത്തലവുമായി കൂടിച്ചേരുന്ന ഭാഗം, കൈത്തലവുമായി കൂടിച്ചേരുന്ന ഭാഗം, അത് മാത്രമാണ് ഉയർന്നിരിക്കുന്നത് എങ്കിൽ ഡയബറ്റിക്സോ മൂത്രാശയ രോഗമോ ഉണ്ടാകും. അത് നിങ്ങൾ ആ ഡിഫറൻസ് നിങ്ങൾ ഒന്ന് കൈ പിടിച്ചു നോക്കി ബോധ്യപ്പെടണം. ഡയബറ്റിക് ഉള്ളവര് നിങ്ങൾക്ക് പരിചയപ്പെടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട. നിങ്ങൾ പരിചയപ്പെടുന്നതിൽ 1/3 ഡയബറ്റിക് ആയിരിക്കും. അപ്പൊ അവരുടെ കൈ പിടിച്ചിട്ട് ആ കൈവിരലയുടെ കീഴ്ഭാഗം ഒന്ന് പരിശോധിച്ചാൽ ആ ഉയർന്നിരിക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. ആ ഒരു രീതി, അത് നിങ്ങൾ ഒരു 5-6 ഡയബറ്റിക് കൈ പിടിച്ചു നോക്കുമ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അത് അങ്ങനെ പഠിക്കുക. അവിടെ ഉയർന്നിരുന്നാൽ ഡയബറ്റിക് മാത്രമല്ല, മൂത്രാശയ സംബന്ധമായ രോഗവും വരാം. മൂത്രാശയ സംബന്ധമായ രോഗം വരാം. ഡയബറ്റിക്, അതുകൊണ്ടാണ് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞത്, ഡയബറ്റിക് അല്ലെങ്കിൽ മൂത്രാശയ സംബന്ധമായ രോഗം ഉണ്ടാകാം. അതിൽ ഡയബറ്റിക്കാരെ ഉറപ്പിക്കുക. അപ്പൊ പിന്നെ അല്ലാതെ കാണുന്നതൊക്കെ മൂത്രാശയ സംബന്ധ രോഗം. മൂത്രാശയ സംബന്ധ രോഗവും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കാണാൻ കിട്ടും. ഒന്നുമില്ലെങ്കിൽ ഡയബറ്റിക്കാരെ ഒന്ന് ബോധ്യപ്പെടുക. എന്നാൽ ചന്ദ്രന്റെ മധ്യഭാഗമാണ് ഉയർന്നിരിക്കുന്നത് എങ്കിൽ, ചന്ദ്രന്റെ മധ്യഭാഗമാണ് ഉയർന്നിരിക്കുന്നത് എങ്കിൽ അയാൾക്ക് പക്ഷാഘാതം, പാരാലിസിസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചന്ദ്രമണ്ഡലത്തിന്റെ മധ്യഭാഗം ഉയർന്നിരിക്കുകയാണെങ്കിൽ പാരാലിസിസ് വരാനുള്ള സാധ്യതയുണ്ട്, പക്ഷാഘാതമുള്ള സാധ്യതയുണ്ട്. ഇത്രയുമാണ് നമുക്ക് പൊതുവിൽ ചന്ദ്രന്റെ രൂപത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ആദ്യം പറഞ്ഞത് ചന്ദ്രൻ ഉയർന്ന്
ചന്ദ്രമണ്ഡലത്തിലേക്ക് രേഖകൾ കയറി കിടക്കാം. ചന്ദ്രന്റെ ചുവട് ഭാഗത്ത് നിന്നും ചന്ദ്രമണ്ഡലത്തിലേക്ക് രേഖകൾ കയറി വരാം. ചെറുരേഖകൾ. പക്ഷെ ചെറുരേഖകളാണെങ്കിലും രേഖ വളരെ ശക്തിയുള്ളതായിരിക്കും. രേഖ ചെറുതായിരിക്കും, പക്ഷെ രേഖ നല്ല ശക്തി ഉണ്ടായിരിക്കും ആ രേഖയ്ക്ക്. ഇങ്ങനെ കാണുന്നു എങ്കിൽ അവരോട് പറയേണ്ടത് വിദേശ ധനം കൈകാര്യം ചെയ്യും. വിദേശത്ത് പോകാം, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ആരെങ്കിലും ഇയാൾക്ക് പൈസ അയച്ചു കൊടുക്കാം. ഇപ്പൊ ഒരാൾ കേൾക്കുകയാണ് വിദേശത്ത് പോകാൻ കഴിയുമോ, അല്ലെ വിദേശത്ത് പോയാൽ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഈ ഭാഗത്ത് ഇതുപോലെ രേഖ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ 2 രേഖയാണ് ഞാൻ വരച്ചേക്കുന്നത്, 2 രേഖ വേണമെന്നില്ല, 1 രേഖ ആയാലും മതി. വന്നിട്ടുണ്ട് എങ്കിൽ അവനോട് പറയുക ഉറപ്പായി വിദേശത്ത് പോകാം, നേട്ടവും ഉണ്ടാകും. ഇപ്പൊ ജന്മനാട് വിട്ട് അന്യനാട്ടിൽ പോകുന്നതിന് വേറെ ലക്ഷണങ്ങളുണ്ട്. ഭാഗ്യരേഖയുടെ ചുവട് ഭാഗം മങ്ങിപ്പോയാൽ മതി. ഭാഗ്യരേഖയുടെ ചുവട് ഭാഗം മങ്ങിപ്പോയാൽ അയാൾ ജന്മനാട് വിട്ട് അന്യനാട്ടിൽ പോകുമെന്നാണ്. പക്ഷെ അവിടെ ധനപരമായ നേട്ടം അയാൾ ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളത് ഈ രേഖ കണ്ടേ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ രേഖ കാണുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് പറയാം വിദേശ ധനം കൈകാര്യം ചെയ്യും. എല്ലാവരും വിദേശത്ത് പോകണമെന്നില്ല കേട്ടോ. ആരെങ്കിലും വിദേശത്ത് നിന്ന് അയച്ചു കൊടുത്താലും മതി. ഇപ്പൊ സ്ത്രീകളുടെ കയ്യിൽ മിക്കവാറും ഈ രേഖ ഉണ്ടെങ്കിൽ അവരുടെ ഭർത്താവ് ഗൾഫിലായിരിക്കും. ആ വിദേശ ധനം അവരുടെ അക്കൗണ്ടിലേക്കായിരിക്കും വരിക. അപ്പൊ അത് വിദേശ ധനം കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യം അവർക്കുണ്ടായിരിക്കും. എന്നാൽ കയ്യില് ഇപ്പൊ കിടക്കുന്നതിൽ ആദ്യത്തെ ചിത്രം ഒന്നിടാമോ? ആദ്യത്തെ ചിത്രം കൈവെള്ളയില് അല്ലെങ്കിൽ ചന്ദ്രമണ്ഡലത്തിൽ പുറത്തേക്ക് മണ്ഡലത്തിലേക്ക് വളഞ്ഞ് ഈ കാണുന്ന പോലെ ശ്രദ്ധിച്ച് മനസ്സിലായിക്കൊള്ളണം. ചന്ദ്രമണ്ഡലത്തിലേക്കാണ് അത്. ചന്ദ്രമണ്ഡലത്തിലേക്ക് വളഞ്ഞ് ഇത്തരത്തിൽ രേഖ കാണുകയാണെങ്കിൽ അവിടെ നേർരേഖ ഉണ്ടായിരുന്നാൽ കാര്യമില്ല. നേർരേഖ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വളഞ്ഞൊരു രേഖ ഇതുപോലെ. ആരുടെ കയ്യിലാണോ ഇത്തരത്തിൽ രേഖ കാണുന്നത് അയാൾക്ക് മുൻകൂട്ടി വിഷയങ്ങൾ കാണാനുള്ള കഴിവുണ്ടായിരിക്കും. സ്വപ്നത്തിലൂടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയുവാൻ കഴിയുന്ന ആൾക്കാരായിരിക്കും. ദേവീരേഖ എന്നാണ് ഇതിനെ പറയുക. സ്വപ്ന രൂപത്തിലോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂഷൻ പോലെയോ പെട്ടെന്ന് അവർക്ക് തോന്നും ഇങ്ങനെ സംഭവിക്കും. മുന്നറിവ്, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊരു മുന്നറിവ് ഇവർക്കുണ്ടായിരിക്കും. വളരെ വിശേഷമായ രേഖയാണ്. വളരെ അപൂർവം ചിലരിൽ മാത്രമേ ഈ രേഖ കാണാറുള്ളൂ. ഇതിന് പറയുന്ന ദേവീ രേഖ എന്നാണ് പറയുക. വളരെ അപൂർവമായ രേഖയാണ്. ഈ ക്ലാസ്സിൽ ആരുടെങ്കിലും കയ്യിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്ന് പറഞ്ഞ് ജ്യോതിഷന്മാരുടെ കയ്യിൽ ഇത് ഉണ്ടാവണമെന്നില്ല. കാരണം ജ്യോതിഷം പ്രവചനം നടത്തുന്നത് ഇതുമായിട്ടൊരു ബന്ധമില്ല. ഇത് ഇൻഡ്യൂഷനാണ്. മിക്കവാറും സ്വപ്നത്തിലൂടെ അവർ കാണുകയാണ് ചെയ്യുന്നത്. സ്വപ്ന ദർശനത്തിലൂടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അവർ അറിയുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു തോന്നലല്ല, തോന്നലുകൾക്കല്ല പ്രാധാന്യം. അവർ സ്വപ്ന ദർശനം തന്നെ അവർക്കുണ്ടാവും. ഒരു അറിവ് അവർക്ക് മുന്നേ ഉണ്ടാകും, ഇങ്ങനെ സംഭവിക്കാം.
അതിനെ ദേവി രേഖ എന്നാണ് പറയുക. അതുപോലെ തന്നെ ഈ മണ്ഡലത്തില് നക്ഷത്ര ചിഹ്നം കാണാം. ഈ മണ്ഡലത്തിൽ നക്ഷത്ര ചിഹ്നം ഉണ്ടായിരുന്നാൽ അവർക്ക് അംഗീകാരം കിട്ടുമെന്നാണ് പറയുക. ഈ മണ്ഡലത്തിൽ നക്ഷത്ര ചിഹ്നം ഉണ്ടായിരുന്നാൽ അവർക്ക് അംഗീകാരം കിട്ടും. മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, ജലഭയം ഉണ്ടാകും. രണ്ടു വിധത്തിൽ ഇത് വരാം. രണ്ടു വിധത്തിൽ വരാന്ന് പറഞ്ഞാൽ, ഒന്നിൽ ജലത്തെ ഭയമായിരിക്കാം, അല്ലെങ്കിൽ ജലത്തിൽ നിന്ന് അവർ ഭയക്കാം. രണ്ടും വരാം. ഒന്നുകിൽ ജലത്തെ അവർക്ക് ഭയമായിരിക്കും, ജലം കാണുന്നത് അവർക്ക് പേടിയായിരിക്കും. ഒരുപാട് ജലം കാണുന്നു, സമുദ്രത്തിനടുത്ത് നിൽക്കുമ്പോൾ, വലിയ നദിയുടെ അടുത്ത് നിൽക്കുമ്പോൾ, നിറഞ്ഞ കുളം കാണുമ്പോൾ, ഒഴുക്കുള്ള പുഴ കാണുമ്പോൾ ഒക്കെ അവർക്ക് ഭയം ഉണ്ടാകും, ജലത്തെ ഭയം. അല്ലെങ്കിൽ ഇവർക്ക് ജലത്തിൽ നിന്ന് ഭയം ഉണ്ടാവും. എപ്പോഴെങ്കിലും കുളിക്കാനോ നീന്താനോ ഇറങ്ങുമ്പോൾ ഒരു മുങ്ങിത്താണു പോകാം, പിന്നെ കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ജലത്തിൽ നിന്നൊരു ഭയക്കാം, ജലഭയം ഉണ്ടാകാം. രണ്ട് ഇതാണ്. ഒന്ന് കീർത്തിമാനാകും, പ്രശസ്തനാകും. രണ്ട്, ഭയം ഉണ്ടാകും, ജലഭയം ഉണ്ടാകും. അവിടെ ട്രയാങ്കിൾ വരാം. ഈ മണ്ഡലത്തിൽ ട്രയാങ്കിൾ വരാം. ഈ മണ്ഡലത്തിൽ ട്രയാങ്കിൾ വരികയാണെങ്കിൽ ഇതല്ല, ഇതുമല്ല, ഇത് തന്നെ, അത് തന്നെ തൊട്ടു മുമ്പിൽ തന്നെ. അത് കിടക്കട്ടെ, ചുവന്നത്. ട്രയാങ്കിൾ വരികയാണെങ്കിൽ അയാൾ പ്രശസ്തനായ കലാകാരനാകും എന്നാണ് പറയുക. പ്രശസ്തനായ കലാകാരനാകും. ചന്ദ്രമണ്ഡലത്തിൽ ട്രയാങ്കിൾ കണ്ട സാധനം, ട്രയാങ്കിൾ കാണുന്നിടത്തൊക്കെ നമ്മൾ നല്ല ലക്ഷണങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ട്രയാങ്കിൾ കണ്ടാൽ വളരെ പ്രശസ്തനായ കലാകാരനാകും എന്നാണ്. എന്നാൽ വൃത്തമാണ് കാണുന്നതെങ്കിൽ, ഈ കാണുന്നത് പോലെ, ആ പച്ച നിറത്തിൽ കാണുന്ന പോലെ വൃത്തമാണ് കാണുന്നതെങ്കിൽ മുങ്ങി മരണത്തിന് വിധേയനാകും. ചന്ദ്രമണ്ഡലത്തിൽ വൃത്തം ഉണ്ടായിരുന്നാൽ മുങ്ങി മരണം സംഭവിക്കാം. ചന്ദ്രമണ്ഡലത്തിൽ വൃത്തമുണ്ടായിരുന്നാൽ മുങ്ങി മരണം സംഭവിക്കാം. മുങ്ങി മരണം. അതിന് ചന്ദ്രമണ്ഡലത്തിൽ സ്ക്വയർ വരാം, ചതുരം. ചതുരം കൈത്തലത്തിൽ രക്ഷാകവചം എന്നാണ് പറയുക. ചതുരം കൈത്തലത്തിൽ രക്ഷാകവചമാണ്. ഇവിടെ ചതുരം കണ്ടാൽ, അതേസമയം ശുക്രനിലെ ചതുരത്തിന് അല്പം ദോഷം പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ, ഡയറിയയ്ക്ക് സമീപത്തായിട്ട് ചതുരം കണ്ടാൽ തടവ് ശിക്ഷ അനുഭവിക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചതുരം കണ്ടാൽ അയാൾ ഗ്രഹനിർമ്മാണം നടത്തും. വീട് വെക്കുന്ന സമയത്ത്, ഗ്രഹനിർമ്മാണം നടത്തുന്ന സമയത്ത് ചന്ദ്രനിൽ ചന്ദ്രൻ രൂപപ്പെടും. എന്നാൽ വ്യാഴനിലാണ് ചതുരം കാണുന്നത് നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. എന്താ ഓർമ്മയുണ്ടോ? വ്യാഴനിൽ ചതുരം കാണുകയാണെങ്കിൽ അയാളുടെ ഒരു ആഗ്രഹം സഫലീകരിക്കപ്പെടും എന്നാണ്, ജന്മസാഫല്യം ഉണ്ടാവും എന്നാണ്. അപ്പൊ ഇവിടെയാണ് ചതുരം കാണുന്നതെങ്കിൽ ചന്ദ്രൻ ഉറപ്പായിട്ടും നമുക്ക് പറയാം ഗ്രഹനിർമ്മാണം ആരംഭിക്കും, അല്ലെങ്കിൽ ജലയാത്ര ചെയ്യും. ഗ്രഹനിർമ്മാണത്തിനും ഇത് തന്നെയാണ് അടയാളം, ജലത്തിലൂടെ യാത്ര ചെയ്യുന്നതിന്. അപ്പൊ അത് പണ്ട് കാലത്ത് വിദേശ യാത്രകളെല്ലാം ജലത്തിലൂടെ ആയിരുന്നു. കപ്പൽ കയറിയാണ് ആൾക്കാർ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം കടൽ കടന്നു പോവുക എന്നുള്ള അർത്ഥത്തിൽ എടുത്താലും കുഴപ്പമില്ല.
കടൽ കടക്കുക, ജലയാത്ര ചെയ്യുക. അത് ജലയാത്ര ചെയ്യുന്നവരിലും ഈ സ്ക്വയർ ചിഹ്നം കാണാം. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഈ മണ്ഡലത്തിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നോക്കി എൻ്റെ നോട്ട്സിലേക്ക് വരാം. ലാൽമാഷെ ഇന്ന് ഞാൻ ഇപ്പോൾ അല്പം മുമ്പ് ഒരു ചിത്രം ഇട്ടു. അല്പം മുമ്പ് ഒരു 10 മിനിറ്റിന് അല്ല 10 ഏകദേശം ഒരു 8:20 ആയപ്പോൾ ഞാൻ ഒരു ചിത്രം ഇട്ടു. ഒരൊറ്റ ചിത്രം മാത്രമായിട്ട്. കണ്ടായിരുന്നോ? ക്ലാസ് തുടങ്ങുന്നതിന് അല്പം മുമ്പായിട്ടാണ് ഞാൻ ആ ചിത്രം വാട്സപ്പ് ചെയ്തത്. ശരി, പോട്ടെ. അപ്പൊ നമുക്ക് ഈ നോട്ട്സ് എഴുതാം, എന്നിട്ടൊക്കെ ഇതിലേക്ക് വരാം. എഴുതിക്കോളൂ. ചന്ദ്രമണ്ഡലം. ഈ ചിത്രം നോക്കി. നിങ്ങൾക്കറിയാം, 1-ാം വിരലിന്റെ ചുവട് ഭാഗം എന്ന് പറയുന്നത് വ്യാഴമണ്ഡലമാണ്. 1-ാം വിരലിന്റെ ചുവട് ഭാഗം എന്ന് പറയുന്നത് വ്യാഴനാണ്. തായ് വിരലിന്റെ ചുവട് ഭാഗം എന്ന് പറയുന്നത് ശുക്രനാണ്. രണ്ട് നമ്മൾ പഠിച്ചതാണ്. അതിനിടയിൽ ഞാൻ ഒരു ഇൻറ്റു മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് 1-ാം ചൊവ്വ എന്ന് പറയുക. വ്യാഴന് താഴെ ശുക്രമണ്ഡലത്തിന് മുകളിലായി കാണുന്നതാണ് 1-ാം ചൊവ്വ. അതുപോലെ ബുധമണ്ഡലത്തിന് താഴെ ചന്ദ്രമണ്ഡലത്തിന് മുകളിലായി, ബുധമണ്ഡലത്തിന് കീഴ്ഭാഗത്ത് ചന്ദ്രമണ്ഡലത്തിന്റെ മുകൾ ഭാഗത്ത്, ഇൻ ബിറ്റ്വീൻ ബുധനും ചന്ദ്രനും ഇടയിലായി കാണുന്നതാണ് 2-ാം ചൊവ്വ. അപ്പൊ നമ്മുടെ കയ്യിൽ ചൊവ്വയ്ക്ക് 2 സ്ഥാനങ്ങളുണ്ട്. ഒന്ന് ശുക്ര വ്യാഴ മണ്ഡലങ്ങൾക്കിടയിലായിട്ടും മറ്റൊന്ന് ചന്ദ്രബുധൻ മണ്ഡലങ്ങൾക്കിടയിലായിട്ട് 1-ഉം 2-ഉം ചൊവ്വകൾ സ്ഥിതി ചെയ്യുന്നു. ബാക്കി നോട്ട്സ് പറയാനേ ഉള്ളൂ. ആ സ്ഥാനം ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അത് ഇടിയിച്ചത്, ആ ചിത്രം ഇടിയിച്ചത്. സ്ഥാനം നിങ്ങൾ ലൊക്കേറ്റ് ചെയ്തിരിക്കും. വ്യാഴനും ശുക്രനും ഇടയിലായിട്ടും മറ്റൊന്ന് ചന്ദ്രനും ബുധനും ഇടയിലായിട്ട്. ഓക്കെ, ശരി, നമുക്ക് നോട്ട്സ് എഴുതാം. ചന്ദ്രമണ്ഡലം. പിന്നെ മറ്റൊരു പേരുണ്ട്, തിങ്കൾ എന്നൊരു പേരുകൂടിയുണ്ട്. ശുക്രമണ്ഡലത്തിന് എതിർഭാഗത്ത് ശിരോരേഖയ്ക്ക് താഴെയായി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വിരൽ മടക്കി പിടിച്ചാൽ ചെറുവിരൽ നഖം തൊടുന്നത് എവിടെയാണോ അവിടുന്ന് താഴേക്കെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അല്ലാതെ ഞാൻ ഇപ്പൊ നോട്ട്സിൽ പറയുന്ന ശിരോരേഖയ്ക്ക് താഴെ എന്നുള്ളതല്ല നിങ്ങൾ ഓർമ്മിക്കേണ്ടത്.
നോട്ട്സിൽ അങ്ങനെ മതി, പക്ഷെ നിങ്ങൾ പഠിക്കേണ്ടത് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതായിരിക്കും പഠിക്കേണ്ടത്. ചന്ദ്രമണ്ഡലം സ്ഥിതി ചെയ്യുന്നു. ഉയർന്ന ഭംഗിയുള്ള ചന്ദ്രൻ. ഉയർന്ന് ഭംഗിയുള്ള ചന്ദ്രൻ. കവി, നിരൂപകൻ, ആദർശശാലി, ആദർശശാലി, ഉദരരോഗി. ഉദരരോഗി. എന്നിവരുടെ ലക്ഷണമാണ്. ചന്ദ്രമണ്ഡലം പതിഞ്ഞു പോയാൽ മനസമാധാനം കുറയും. മനസമാധാനം കുറയും. ചന്ദ്രമണ്ഡലത്തിന്റെ മധ്യഭാഗം ഉയർന്നിരുന്നാൽ ചന്ദ്രമണ്ഡലത്തിന്റെ മധ്യഭാഗം ഉയർന്നിരുന്നാൽ പക്ഷാഘാതം സംഭവിക്കും. പക്ഷാഘാതം സംഭവിക്കും. ചന്ദ്രമണ്ഡലത്തിന്റെ കീഴ്ഭാഗം ചന്ദ്രമണ്ഡലത്തിന്റെ കീഴ്ഭാഗം ഉയർന്നിരുന്നാൽ ഡയബറ്റിക്സ് അല്ലെങ്കിൽ മൂത്രാശയ രോഗമുണ്ടാകും. ഡയബറ്റിക്സ് അല്ലെങ്കിൽ മൂത്രാശയ രോഗമുണ്ടാകും. അടുത്ത ചന്ദ്രമണ്ഡലത്തിലേക്ക് അല്പം വളഞ്ഞു കാണുന്ന ചന്ദ്രമണ്ഡലത്തിലേക്ക് അല്പം വളഞ്ഞു കാണുന്ന
രേഖയെ ദേവീ രേഖ എന്ന് പറയുന്നു. ദേവീ രേഖ എന്ന് പറയുന്നു. ഇവർക്ക് അപകടങ്ങൾ മുൻകൂട്ടി കാണുവാനുള്ള കഴിവുണ്ട്. അപകടങ്ങൾ മുൻകൂട്ടി കാണുവാനുള്ള കഴിവുണ്ട്. അടുത്ത, ചന്ദ്രനിൽ ചതുരം കണ്ടാൽ ഗ്രഹനിർമ്മാണം നടത്താം. ഗ്രഹനിർമ്മാണം നടത്താം. അതിന്റെ കൂടെ എഴുതിക്കോളൂ. ജലയാത്രയ്ക്കും കപ്പൽ സഞ്ചാരമാണ് ഉദ്ദേശിക്കുന്നത്. ജലയാത്രയ്ക്കും സാധ്യതയുണ്ട്. ചന്ദ്രനിൽ കാണുന്ന നക്ഷത്ര അടയാളം അംഗീകാരത്തെയും ജലഭയത്തെയും സൂചിപ്പിക്കുന്നു. ചന്ദ്രനിൽ കാണുന്ന ട്രയാങ്കിൾ പ്രശസ്തനായ കലാകാരനെ സൂചിപ്പിക്കുന്നു. ചന്ദ്രനിൽ കാണുന്ന വൃത്തം മുങ്ങി മരണത്തെ സൂചിപ്പിക്കുന്നു.
വീണ്ടും ചന്ദ്രമണ്ഡലത്തിന്റെ ചുവട്ടിൽ നിന്നും ചന്ദ്രമണ്ഡലത്തിലേക്ക് കാണുന്ന ശക്തിയുള്ള ചെറുരേഖകൾ വിദേശധനം കൈകാര്യം ചെയ്യുവാനുള്ള ഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു. വിദേശധനം കൈകാര്യം ചെയ്യുവാനുള്ള ഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു. ഇത്രയാണ് ചന്ദ്രമണ്ഡലത്തിലെ പ്രത്യേകതകളായിട്ട് നമുക്ക് പറയാൻ കഴിയുക. അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. ചൊവ്വാമണ്ഡലം. കയ്യിൽ ചൊവ്വയ്ക്ക് സാറേ നോട്ട്സ് ആണോ? നോട്ട്സ് ആണ്, അത് വേറെ പഠിപ്പിക്കാനില്ല. കയ്യിൽ ചൊവ്വയ്ക്ക് രണ്ട് സ്ഥാനമാണുള്ളത്. വ്യാഴനും ശുക്രനും ഇടയിലായി കാണുന്നത് ഒന്നാം ചൊവ്വയും ബുധനും ചന്ദ്രനും ഇടയിലായി കാണുന്നതിനെ രണ്ടാം ചൊവ്വയെന്നും പറയുന്നു. ഒന്നാം ചൊവ്വ വിസ്താരമേറി കണ്ടാൽ ധൈര്യവും ശത്രുതയും ഉണ്ടാകും. രണ്ടാം ചൊവ്വ വിസ്താരമേറി കണ്ടാൽ, വിസ്താരമേറി വെച്ചാൽ വലിപ്പമുള്ളത്,
ക്ഷമയും ധീരതയും ഉണ്ടാകും. രണ്ട് മണ്ഡലവും താഴ്ന്നു പോയാൽ ദുഃഖിതരും സമാധാനം കുറഞ്ഞവരുമായിരിക്കും. വീണ്ടും, ഒന്നാം ചൊവ്വ വടിവൊത്തിരിക്കുക. വടിവൊത്തിരിക്കുക വെച്ചാൽ ഇങ്ങനെ ഉയർന്ന് താണിരിക്കുക, നല്ല പുഷ്ടി പ്രാപിച്ചിരിക്കുക. ഒന്ന് ഉയർന്ന് മധ്യഭാഗം ഇങ്ങനെ ഉയർന്ന് രണ്ടറ്റും രണ്ട് വശവും പതിഞ്ഞ് കാണും. ഇങ്ങനെ വടിവൊത്തിരിക്കുക, ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക. ഒരു എന്താ പറയുക, ഒരു രൂപം, ഒരു 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 മാംസഗോളം പോലെ, ഇങ്ങനെ ഒരു അല്പം ഉയർന്ന് തുടുത്തിരിക്കുക, വടിവൊത്തിരിക്കുക, ഉയർന്ന് തുടുത്തിരിക്കുക, അതാണ് ഉദ്ദേശിക്കുക. ഒന്നാം ചൊവ്വ വടിവൊത്തിരുന്നാൽ ദഹനക്കുറവും മൂത്രാശയ രോഗവും ഉണ്ടാകും. രണ്ടാം ചൊവ്വ വടിവൊത്തിരുന്നാൽ ആരോഗ്യ ദൃഢഗാത്രകരായിരിക്കും, ആരോഗ്യമുള്ളവനായിരിക്കും. ചൊവ്വ ചെറുതായി പോയാൽ കള്ളനായിരിക്കും. സാറേ, അത് രണ്ട് ചൊവ്വയ്ക്ക് അങ്ങനെ തന്നെയാണോ പറയാ? അതെ, രണ്ട് ചൊവ്വയും ചെറുതായി പോവും. ഓക്കെ. ചൊവ്വയുടെ സ്ഥലം എടുത്ത് വെക്കുന്നോണ്ടാ കള്ളനാവുന്നത്. ആയിരിക്കാം. ചൊവ്വ കുഴിഞ്ഞു പോയാൽ ദാരിദ്ര്യം അനുഭവിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഘട്ടങ്ങളിൽ ഒന്നാം ഘട്ടം വിരലുകൾ പഠിച്ചു. 5 വിരലുകൾ പഠിച്ചിട്ടായിരുന്നു നമ്മൾ മണ്ഡലത്തിലേക്ക് വന്നത്. അത് നമ്മൾ 7 മണ്ഡലങ്ങളും പറഞ്ഞു.
അപ്പൊ 2 ഘട്ടങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്കാണ് അടുത്ത ക്ലാസ്സിൽ പ്രവേശിക്കുന്നത്. അത് രേഖകളെ കുറിച്ചാണ്. ആയുർരേഖ പഠിക്കാനുണ്ട്, ഹൃദയരേഖ പഠിക്കാനുണ്ട്, ശിരോരേഖ പഠിക്കാനുണ്ട്, ഭാഗ്യരേഖ പഠിക്കാനുണ്ട്, സൂര്യരേഖ പഠിക്കാനുണ്ട്, പിന്നെ സന്താന രേഖയും വിവാഹരേഖയും. സന്താന രേഖയും വിവാഹരേഖയും ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്കൊരു 5 ക്ലാസ് കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. ഇപ്പൊ ജാനുവരിയില് മിക്കവാറും ജാനുവരി അവസാനമാകുമ്പോൾ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ തന്നെ നമ്മളെ ക്ലാസ് പൂർത്തീകരിക്കുക നമുക്ക് കഴിയും. രേഖ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മണ്ഡലത്തെക്കാൾ എളുപ്പം രേഖയാണെന്നൊരു തോന്നൽ വരും. ഇപ്പൊ മണ്ഡലത്തെക്കാൾ എളുപ്പം രേഖയാണെന്നൊരു തോന്നൽ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, മണ്ഡലം അറിയാതെ നമുക്ക് രേഖയിലേക്ക് പോകാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. രേഖ കൊണ്ട് മാത്രം നമുക്ക് ഫലം പറയാനും പറ്റില്ല, മണ്ഡലം അറിഞ്ഞിരിക്കണം. പക്ഷെ പഠിച്ചു വരുമ്പോൾ രേഖ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും മണ്ഡലത്തെക്കാൾ സുഖമാണ് രേഖ എന്ന് തോന്നും. അങ്ങനെ ഒരു തെറ്റായ ധാരണയിലേക്ക് നിങ്ങൾ പോകരുത്. മണ്ഡലം ബൈഹാർട്ട് ആയിരിക്കണം. മണ്ഡലത്തിൽ നമ്മൾ പറഞ്ഞ ചിഹ്നങ്ങൾ, ഒരുപാട് ചിഹ്നമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, വളരെ കുറച്ച് ചിഹ്നങ്ങൾ മാത്രമേ, 4ഓ 5ഓ ചിഹ്നം മാത്രമേ ഒരു മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത്രയും ചിഹ്നങ്ങളെങ്കിലും ആ മണ്ഡലത്തിന്റെ സ്വഭാവത്തോടൊപ്പം നിങ്ങൾ പഠിച്ചിരിക്കണം. അതുകൂടെ പഠിച്ചിട്ട് രേഖ പഠിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഒരാളുടെ കൈ നോക്കി ഫലം പറയാൻ പറ്റുകയുള്ളൂ. ഇക്കാര്യം മറന്നു പോകരുത്. ഈ കിട്ടുന്ന സമയം ഭംഗിയായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും സമയം കിട്ടാതെയൊന്നും വരില്ല. ഒന്ന് വായിക്കാൻ, ആവർത്തിച്ച് വായിക്കുക. ഇന്നൊരു ദിവസം വായിച്ചിട്ട് കാര്യമില്ല, ആവർത്തിച്ച് വായിക്കുക. എന്നിട്ട് നോക്കുക, പരിചയമുള്ള കൈയൊക്കെ പിടിച്ച് നോക്കിയിട്ട് പഠിച്ചതൊക്കെ ശരിയാണോ എന്നൊന്ന് ഉറപ്പിക്കുക. അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് പോയാൽ ക്ലാസ് തീരുന്നതോടൊപ്പം തന്നെ ഒരു മികച്ച പാമ്പിസ്റ്റായിട്ട് നിങ്ങൾക്കും മാറുവാൻ കഴിയും. അപ്പം അടുത്ത ക്ലാസ്സിന്റെ ഹെഡ് ഇപ്പോൾ എഴുതി വെച്ചോളൂ, ആയുർരേഖ. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ. ചില പുസ്തകങ്ങളില് രാഹുകേതുകൾക്ക് മണ്ഡലങ്ങൾ പറയുന്നുണ്ടല്ലോ, അപ്പൊ അത് ശരിക്കും വർക്ക് ചെയ്യുന്നതാണോ അല്ലയോ? ഇല്ല, നമ്മുടെ കയ്യിലൊക്കെ അത് നോക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വിട്ടേക്കുക. രാഹുകേതുക്കൾ വേണ്ട. നിങ്ങളെ വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും, കയ്യിൽ വളരെ പരിമിതമായിട്ട് മാത്രമേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അത് വിട്ടേക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് ഇത്രയൊക്കെ പഠിച്ചെടുക്കുന്നതിന് ധാരാളം. അപ്പൊ അടുത്ത ഹെഡിൽ എഴുതി വെച്ചേക്കും, ആയുർരേഖ, ലൈഫ് ലൈൻ. സാറേ പറയൂ. സാറേ, നമ്മളെ ഈ മണ്ഡലത്തിനകത്ത് പറഞ്ഞ ചില രേഖകളും ആ ഡോട്ട്സുകളൊക്കെ ഉണ്ടല്ലോ, സ്റ്റാർ, അതൊക്കെ നമ്മൾ ആക്ച്വലി ലെൻസ് വെച്ച് നോക്കിയാൽ മാത്രമേ കാണുള്ളൂ, അല്ലാതെയും കാണാനുള്ള സാഹചര്യം കാണാൻ കഴിയും. നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. ലെൻസ് വെക്കുമ്പോൾ അതിന് ക്ലാരിറ്റി കൂടും. ലെൻസ് വെക്കുമ്പോൾ ക്ലാരിറ്റി കൂടും, അല്ലാതെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് കാണുന്ന എല്ലാ കൈകളിലും സ്ക്വയറും സ്റ്റാറും ട്രയാങ്കിളും ഒക്കെ നിങ്ങൾ എല്ലാ കയ്യിലും ആദ്യമൊക്കെ കാണും. അങ്ങോട്ട് നോക്കി പോകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റാറോ ഒരു റെക്റ്റാങ്കിളോ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമായിരിക്കും. അതിന്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞു, രേഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ചിഹ്നങ്ങളൊന്നും ചിഹ്നങ്ങളല്ല.
ചിഹ്നം എപ്പോഴും സ്വതന്ത്രമായി കാണും. കൈ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ കൈക്കകത്ത് ഒരുപാട് സ്ക്വയറും ഒരുപാട് റെക്ടാങ്കിളും ഒരുപാട് ട്രയാങ്കിളും കാണും. രേഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതൊന്നും ചിഹ്നമായിട്ട് എടുക്കരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി തോന്നുന്നു. മനസ്സിലായി സാറേ. അതില്ലാതെ സാർ ഇപ്പൊ ചില രേഖകളുടെ ഇതില് മണ്ഡലങ്ങളിലെ രേഖകൾ പ്രത്യക്ഷപ്പെടുന്നത് അതായത് സന്ദർഭങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് അതിന്റെ സാഹചര്യം കഴിയുമ്പോൾ അത് അസ്തമിച്ചു പോകും. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കും അല്ലേ? കാരണം രേഖകൾ ഒരിക്കലും സ്ഥിരമായി നിൽക്കുന്നതല്ല, അത് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു അനുഭവം കൊണ്ട് ചോദിച്ചാണ്. കാര്യങ്ങള് അനുഭവത്തിൽ ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞ പോയിന്റുകളൊക്കെ വന്നപ്പോ ഞാനത് ചോദിച്ചേ ഉള്ളൂ. അത് മാറും. ആ രേഖകൾ അതിന്റെ ആഫ്റ്റർ എഫക്ട്, ആ സംഭവത്തിന്റെ ആഫ്റ്റർ എഫക്ട് നമ്മുടെ ബോഡിയിൽ അവശേഷിക്കുന്നു എങ്കിൽ, ഒരു ആക്സിഡന്റ് നടന്നു, ആക്സിഡന്റ് നടന്നതിന്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ലൈൻ അവിടെ എക്സിസ്റ്റ് ചെയ്യും. സാർ ആക്സിഡന്റിന് മാത്രമായിട്ട് അതിനെ പ്രതിനിധീകരിക്കാൻ പറ്റുമോ? അത് മറ്റുള്ള പല വിവർത്തനങ്ങളും അതിലേക്ക് ആക്സിഡന്റിന്റെ ഒരു ലക്ഷണം നമ്മൾ പ്രധാനമായിട്ട് ഹെഡ് ഇഞ്ചുറി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഹെഡ് ഇഞ്ചുറി, പിന്നെ അവയവ നഷ്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആക്സിഡന്റിൽ വരുന്നതാണ്. അവയവ നഷ്ടം സംഭവിക്കാം, അവയവത്തിന് കേട് സംഭവിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ ആക്സിഡന്റ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് സാറേ, വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് കാണാൻ കഴിയൂ എന്നുള്ളതാണ് ചോദിച്ചത്. നമുക്ക് ഏത് കാര്യവും നമ്മളിപ്പോ പറഞ്ഞതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ധനപരമായ വൈഷമ്യം വരുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഉദ്യോഗം കിട്ടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. മീൻസ് ഞാൻ എക്സാക്ട്ലി ഞാൻ ഉദ്ദേശിച്ചത് സാറ് പറഞ്ഞില്ല, ദൈവിക രേഖ, മുൻകൂട്ടി കാണാനുള്ള കഴിവ്, അത് ആക്സിഡന്റ് മാത്രമാണെന്നാണോ സാർ ഉദ്ദേശിച്ചത്? ഏത് കാര്യവും മുന്നറിവ് തരും. ഒരു പ്രിക്കോഷൻ എടുക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ് ബോഡി. പ്രിക്കോഷൻ, മുന്നറിയിപ്പാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ ഈ പറഞ്ഞ ഈ ദൈവിക രേഖയെ കുറിച്ചിട്ട് എനിക്കൊരു 10 വർഷം മുന്നേ ചില അറിവുകൾ ഉണ്ടായിരുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഒരു സുപ്രഭാതത്തിൽ സ്വപ്നം കാണും, ആ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ അത് നടക്കും. അങ്ങനെയൊക്കെ എന്റെ ബ്രദർ ഓൾറെഡി ഡെത്ത് ആവുന്നതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക സ്വപ്നത്തിൽ. പുള്ളി അതേമാതിരി തന്നെ ഡെത്ത് ആവുന്നു. അതുപോലെ തന്നെ എന്റെ വൈഫിന്റെ അച്ഛൻ, അങ്ങനെയൊക്കെ കുറെ. അത് പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ, ഒരു 10 വർഷം അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ ഒരു സന്ദർഭം എന്നെ വിട്ടുപോയി. അതാ ഞാൻ ചോദിക്കാൻ കാരണം, രേഖകൾക്ക് അങ്ങനെ വരുമ്പോൾ ആ പ്രസൻസ് ഉണ്ടാകുന്നതാണ്. കാര്യങ്ങൾ മുന്നറിയിപ്പായി നമുക്ക് കിട്ടും. രേഖകൾ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്വഭാവം മാറില്ലേ സാറേ? രേഖകൾ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള രേഖകൾക്ക് മാറ്റം വരില്ല. ഇപ്പോ ഹൃദയരേഖ, ശിരോരേഖ, ആയുർരേഖ, ഇതൊന്നും വലിയ മാറ്റം വരില്ല. ഭാഗ്യരേഖയ്ക്ക് മാറ്റം വരും. ബാക്കി പറയുന്ന കുറെ കൊച്ചു രേഖകളുണ്ട് കൈ തലത്തിൽ കാണുന്നത്, അതിനൊക്കെയാണ് മാറ്റം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.